ഒരു ചോദ്യം. ഒരു ദിവസം നിങ്ങൾ ഉണർന്നപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 50 ലക്ഷം രൂപ കിടക്കുന്നതായി കണ്ടാൽ ആ പണം നിങ്ങൾക്ക് എത്ര കാലം മതിയാകും? 1 വർഷം, 5 വർഷം, അതോ ജീവിതകാലം മുഴുവൻ? സത്യത്തിൽ സമ്പന്നരെ സമ്പന്നരാക്കുന്നത് അവരുടെ കയ്യിലെ പണമല്ല, ആ പണം ഉപയോഗിക്കുന്ന രീതിയാണ്. അതാണ് പലർക്കും മനസ്സിലാകാത്ത ഏറ്റവും വലിയ രഹസ്യം. ഇന്ന് വെൽത്തിഫൈയിൽ പല സമ്പന്നരും പിന്തുടരുന്ന 5 പണനിയമങ്ങൾ നോക്കാം. ഒന്നാമത്തെ നിയമം: പണം ചിലവാക്കുന്നതിനു മുമ്പ് അത് എങ്ങനെ വളരുമെന്ന് ചിന്തിക്കുക. സാധാരണ ഒരാൾ ശമ്പളം കിട്ടിയാൽ ചോദിക്കും, എന്തു വാങ്ങാം? പക്ഷേ പല വിജയകരമായ ആളുകളും ചോദിക്കുന്നത്, ഈ പണം എങ്ങനെ ഇരട്ടിയാക്കാം? ആ ഒരു ചോദ്യം മാത്രം ജീവിതം മാറ്റാൻ മതി. രണ്ടാമത്തെ നിയമം: ആഡംബരങ്ങൾ ലാഭത്തിൽ നിന്ന് വാങ്ങുക. പലരും കടം വാങ്ങി കാർ വാങ്ങും, EMI അടച്ച് ഫോൺ വാങ്ങും. പക്ഷേ പല സമ്പന്നരും ആദ്യം വരുമാനമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കും, ശേഷം ആ വരുമാനത്തിൽ നിന്നാണ് ആഡംബരങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക സമ്മർദ്ദം കുറവായിരിക്കുക. മൂന്നാമത്തെ നിയമം: സമയം പണത്തേക്കാൾ വിലപ്പെട്ടതാണ്. 1 ലക്ഷം രൂപ നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം. പക്ഷേ 1 വർഷം നഷ്ടപ്പെട്ടാൽ അത് തിരികെ കിട്ടില്ല. അതുകൊണ്ടാണ് അവരെത്രയും വേഗം നിക്ഷേപം തുടങ്ങുന്നത്. കാരണം അവർക്ക് കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി അറിയാം. നാലാമത്തെ നിയമം: വരുമാനം കൂടുമ്പോൾ ചെലവ് കൂട്ടില്ല. മിക്ക ആളുകളും ശമ്പളം കൂടിയാൽ ചെലവും കൂട്ടും. പക്ഷേ പല സമ്പന്നരും വരുമാനം കൂടുമ്പോൾ ആദ്യം നിക്ഷേപം കൂട്ടും. അതിനുശേഷം മാത്രമാണ് ജീവിതശൈലി മെച്ചപ്പെടുത്തുക. അഞ്ചാമത്തെ നിയമം: പണം നിങ്ങളെ സ്വതന്ത്രനാക്കണം. പലർക്കും പണം എന്നത് വലിയ വീട്, വില കൂടിയ കാർ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ. പക്ഷേ പല സമ്പന്നർക്കും പണം എന്നത് സ്വാതന്ത്ര്യമാണ്. ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം, സമ്മർദ്ദമില്ലാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. അവസാനമായി ഒരു കാര്യം: സമ്പന്നനാകാൻ ആദ്യം കോടികൾ വേണ്ട. ചിന്ത മാറിയാൽ പിന്നീട് ജീവിതവും മാറും. ഇന്നു മുതൽ ഓരോ രൂപയും ചിലവാക്കുന്നതിനു മുമ്പ് ഒരു ചോദ്യം മാത്രം ചോദിക്കൂ: ഇതെന്നെ സമ്പന്നനാക്കുമോ അതോ കൂടുതൽ പിന്നിലാക്കുമോ? ആ ഒരു ചോദ്യം നിങ്ങളുടെ ഭാവി മാറ്റാൻ സഹായിച്ചേക്കാം. വെൽത്തിഫൈ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ ആഴ്ചയും നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ.